ഞാൻ ഇന്ന് ഒരു ഇറച്ചിയും ചക്കയും കൂടി ഉണ്ടാക്കാൻ പോവുകയെന്ന്. അതിന് വേണ്ടുന്ന ചേരുവകൾ മഞ്ഞപ്പൊടി, പന്നിപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉള്ളി, പച്ചമുളക്, ചെറിയ നാരങ്ങ. ആവശ്യത്തിന് ഉപ്പിട്ടു. രണ്ട് സ്പൂണ് പന്നിപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി 1 സ്പൂണ്. ഇതിൽ നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് കണക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് എരിവ് അത്യാവശ്യം നോക്കിയിട്ട് കൂട്ടിയാൽ മതി. കുരുമുളക് പൊടി, സവാള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതായത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളി. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു. ഇത് എൻ്റെ വീടല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവിടെ വെറുതെ വന്നേരം ചക്ക കണ്ടു, പിന്നെ കുറച്ച് ഇറച്ചി വാങ്ങി, അതുകൊണ്ട് അങ്ങനെ ആക്കുന്നതാണ്. ചക്ക വാങ്ങാൻ കുറച്ച് വിഷമമില്ല, എല്ലാവരും കൂടി ചക്ക വാങ്ങാക്കി. ഞാൻ ഉള്ളിയിലാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ ഇറച്ചിയിൽ വെള്ളമൊന്നും കൂട്ടുന്നില്ല. ചക്ക ഒരു പ്രാവശ്യം ഞാൻ വെച്ചതുകൊണ്ട് ചക്ക വെക്കുന്നത് കാട്ടിക്കുന്നില്ല. ചക്ക വെച്ച് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഞാൻ ചിക്കൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഏതായാലും ചക്ക ഈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിറകടുപ്പിൽ തന്നെ വെക്കാം. എൻ്റെ ഇറച്ചിക്കറി റെഡിയായി. ഞാനിനി ഇതിൽ 2 കരിയാമ്പി ഇടുന്നുണ്ട്. ഇറച്ചിയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇറച്ചിയിലുണ്ടായ വെള്ളമാണ്. ഇറച്ചി ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. ഇറച്ചിയുടെ അറ്റയ്ക്ക് ഞാൻ ചക്ക ഇടുന്നുണ്ട്. ചക്ക നേരത്തെ മഞ്ഞളും കുരുമുളകിലിട്ട് റെഡിയാക്കി വെച്ചിന്. നല്ലപോലെ വീഴുന്ന ചക്കയാണ്, ഉടഞ്ഞ ചക്കയാണ്, നല്ല ചക്കയാണ്. അതുകൊണ്ട് എൻ്റെ പാലകം കൊണ്ടിട്ട് അതിന് നല്ല വിളിച്ചല്ലേ സ്വീപ്പാക്കി വേണം. പാചകത്തിന് കുറച്ചാൾ ഇത് കൂട്ടുന്ന ആളുണ്ട്, കുറച്ചാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. ഒരു ചാനലൊക്കെ
ഇഷ്ടപ്പെട്ടാൽ സാരി കണ്ടൂത്ത് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഒക്കെ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുള്ളത് മാത്രം കൂക്കുന്ന ആളവിടെ കൂക്കിക്കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ചക്കി ഇറച്ചിക്കറി റെഡിയായി. ഇതിൻ്റെ ചേരുവകൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇറച്ചിയിൽ ഞാൻ കുരുമുളക് വറങ്ങി, മല്ലിപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എല്ലാം പേസ്റ്റ്, കരിയാമ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചു വെളിച്ചെണ്ണയിൽ. അതിന് പാകം നോക്കിയാൽ ടേസ്റ്റ് എല്ലാം നോക്കിയാൽ കൈമലി കൈമലേ കൈ പൊള്ളിക്കൊട്ടണേ തന്നെ വായില് വെള്ളം ഒതുങ്ങും. ചേച്ചി ടേസ്റ്റ് പറയടി. സൂപ്പർ. ഞാൻ ഞങ്ങള് കൈപ്പൊണ്ണിയാണ് കേട്ടാ. അടിപൊളി അടിപൊളി. ഒന്ന് എനിക്കൊണ്ടേ നല്ലോണം ചിരിച്ചോ. എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.